കണ്ട മൂപ്പര് നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കി കാണിച്ചിരുന്നത്. അയ്യോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ പഞ്ചാബിൽ ഫരീദ്കോട്ടിലാണ് കേട്ടോ. ഫരീദ്കോട്ടിനോട് ടൗണിനോട് ചേർന്നിട്ടൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടിക ഉണ്ടാക്കുന്ന, വളരെ പെട്ടെന്ന് ചെറിയ രീതിയിൽ ഇഷ്ടിക ഉണ്ടാക്കുന്ന ആ ഒരു കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ അംഗമാകുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പലരും നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ പേഴ്സണലൊക്കെ വന്ന് ചോദിച്ചിരുന്നു റബ്ബാനിയുടെ അഡ്മിഷൻ എപ്പോഴാണ്, ഇൻ്റർവ്യൂ എപ്പോഴാണ്. അപ്പോൾ എപ്പോഴായിരുന്നു? മാർച്ച് 21 അല്ലേ? ഇൻഷാ അല്ലാ ഈ മാസം, ഇതിപ്പോൾ ഫെബ്രുവരി അല്ലേ, അടുത്ത മാസം 21-ാം തീയതി റബ്ബാനി ഫിനിഷിംഗ് സ്കൂളിൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റബ്ബാനി? അൻസാർസ പറയും കേട്ടോ, എന്താണ് റബ്ബാനിയുടെ പർപ്പസ് അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാറത്തെ. റബ്ബാനി ഫിനിഷിംഗ് സ്കൂൾ എന്നുള്ളത് നമ്മുടെ മുഖ്തസർ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ദഅവ കോളേജിൽ നിന്നും അതുപോലെ പള്ളി ദർസിൽ നിന്നൊക്കെ വേണ്ട കിതാബുകളൊക്കെ ഓതിക്കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ പുറത്ത് വന്ന് പഠിക്കാനുള്ള, അതായത് ഉത്തരേന്ത്യയിൽ വന്ന് പഠിക്കാനുള്ള ഒരവസരമാണ്. ഏകദേശം 4 ക്യാമ്പസുകളുണ്ട്. പശ്ചിമ ബംഗാളിലുണ്ട്, കഴിഞ്ഞ വർഷം ഡൽഹിയിലും ഹരിയാനയിലൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത് മാറ്റി പിന്നെ 2-3 ക്യാമ്പസിലേക്ക് ആക്കി ചുരുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് UP-യിലൊക്കെ പുതിയ ക്യാമ്പസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇൻഷാ അല്ലാ 4-5 ക്യാമ്പസുകൾ ഈ വർഷം ഉണ്ടാവും. ഇൻഷാ അല്ലാ ഒരുപക്ഷെ നമ്മുടെ സ്വന്തം പഞ്ചാബിലും ഉണ്ടാവും കേട്ടോ. ഇൻഷാ അല്ലാ പഞ്ചാബിലും ഒരു ക്യാമ്പസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നടക്കാൻ, അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള വാട്സപ്പ് നമ്പറും കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. പുറത്തൊക്കെ വന്ന് പഠിക്കാനും അതുപോലെ ഭാഷ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ഉപകാരപ്പെടുന്ന കോഴ്സാണ് റബ്ബാനി ഫിനിഷിംഗ് കോഴ്സ് എന്നുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ആരുടെയൊക്കെ സ്റ്റാറ്റസിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റബ്ബാനി ഫിനിഷിംഗ് കോഴ്സിൻ്റെ ആ ഒരു മെസ്സേജൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അന്വേഷിച്ച് നിങ്ങൾക്ക് വേണ്ട ക്യാമ്പസൊക്കെ ഒരുപക്ഷെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് ഒന്ന് പുറത്തൊക്കെ വന്നിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായത് സാമൂഹിക മേഖലയിൽ സജീവമാകാൻ, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാൻ, വിദ്യാഭ്യാസപരമായും അല്ലെങ്കിൽ മറ്റ് ചാരിറ്റി പരമായിട്ടും നല്ലൊരു മുന്നേറ്റം സൃഷ്ടിക്കാനാണ് ഇപ്പോൾ നിലവിൽ റബ്ബാനികളെ മർക്കസ് ഗാർഡന്റെ കീഴിൽ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമായിരിക്കും. അൽഹംദുലില്ലാ നമ്മുടെ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 2 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ്, അതായത് 1 വർഷത്തെ പഠനകാലവും ഈ 2ാമത്തെ വർഷമാണിത്. ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞല്ലേ നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മറ്റുള്ളവർക്ക് നമ്മളിലൂടെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല അല്ലേ സാർ? അതെ, വെറും പുറത്ത് വന്ന് പഠിക്കാൻ എന്തെങ്കിലും കണ്ടുപോകാന്നൊന്നല്ല. ശരിക്കും ബുഖാരി ഷരീഫും അതുപോലെ മുസ്ലിം ഷരീഫും ബാക്കിയുള്ള പിന്നെ ഹദീസിന്റെ കിതാബുകളായാലും ഹനഫി മസ്അലകൾ പറയുന്ന ഹനഫി കിതാബുകളൊക്കെ ഓതാനുള്ള അവസരങ്ങളുണ്ട്. ഒക്കെ എല്ലാ കിതാബുകളും തന്നെ ഉറുദുവിലും പിന്നെ അവിടെ നമുക്ക് മലയാളി സ്റ്റാഫൊക്കെ ഉണ്ടാവും. അവരൊക്കെ നമ്മുടെ ഡൗട്ടുകളൊക്കെ തീർത്ത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ എല്ലാ ക്യാമ്പസുകളും മുന്നോട്ട് പോകുന്നുണ്ട്. പഠനവും നടക്കും, നമ്മുടെ പുറത്തുള്ള ഒരു മറ്റുള്ള ആളുകളെ കൂടി അറിയലും എല്ലാം ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇൻഷാ അല്ലാ എന്തായാലും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ പേഴ്സണലായി ബന്ധപ്പെടാം, അല്ലെങ്കിൽ റബ്ബാനി ഫിനിഷിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുവഴി നിങ്ങൾക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളും കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഏതായാലും നമുക്ക് ആ ഒരു രീതിയിൽ താല്പര്യം, പ്രബോധന രീതിയിലും അതുപോലെ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് സഹായമാകാൻ, മറ്റുള്ളവർക്ക് നമ്മളിലൂടെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ കൂടുതൽ പഴയ വീഡിയോ ഒന്നല്ല കേട്ടോ. അതായത് ഏകദേശം ഒരു 2-3 ദിവസം മുമ്പ് നമ്മുടെ ഒരു സൈക്കിൾ യാത്രയിൽ എടുത്തു വെച്ച വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. പറയണ്ട, അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഈ റബ്ബാനി ഫിനിഷിംഗ് സ്കൂളിനെ പരിചയപ്പെടുത്തുന്ന
കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സ് അതുപോലെ ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളോടൊരു സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ പറയാം. അപ്പോൾ ഏതാ പോവല്ലേ? അപ്പൊ ഞങ്ങളുണ്ടല്ലോ പിന്നെ ഒരു ഇഷ്ടിക ഉണ്ടാക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇഷ്ടിക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ നാട്ടിലെ ഈ എന്താ പറയുക ചെത്തുകല്ല് ചെങ്കല്ലല്ലേ, അതിന് പകരം ഇവിടെ പിന്നെ വീടുണ്ടാക്കാനും അതുപോലെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ ഈ ഇഷ്ടികയാണ് ഉപയോഗിക്കുന്നത്. ഇഷ്ടിക ഇങ്ങനെ അട്ടിക്കട്ടി വെച്ചിട്ടാണ് ഓരോ ബിൽഡിങ് ഉണ്ടാക്കുന്നത് അല്ലേ? എത്ര ഇഷ്ടിക വെക്കേണ്ടി വരും? ഒരു കല്ലിന്റെ സ്ഥാനത്ത് 16 ഇഷ്ടിക. അത്രത്തോളം ഇഷ്ടികയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളും, എത്ര വലിയ ബിൽഡിംഗ് ആയാലും പിന്നെ ടൗൺ ഏരിയയിലായാലും പിന്നെ എടുക്കുന്ന ബിൽഡിങ്ങിലൊക്കെ അധികവും ഇഷ്ടിക കൊണ്ടാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇഷ്ടിക ഫാക്ടറി എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു കൈത്തൊഴിലാണെന്ന് തോന്നുന്നല്ലേ ഇത് ഇവരെ ഇവിടെ എവിടെ നോക്കിയാലും ഉണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങളിങ്ങി വരുന്നതിൻ്റെ ഒരു 100 മീറ്റർ വിട്ടിട്ട് 2 എണ്ണം കണ്ടിരുന്നു. അതെ. അപ്പോൾ ഏതായാലും ഇവിടുത്തെ ആ കാഴ്ചകളൊന്ന് കാണാം കേട്ടോ നമുക്ക്. നിങ്ങൾ പിന്നെ ഇവിടുത്തെ മണ്ണ് സെറ്റാക്കി എടുക്കാണ് കേട്ടോ. കളിമണ്ണ് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങോട്ടെല്ലാം കാണുന്നില്ലേ, അതൊക്കെ മണ്ണിടിച്ച് സെറ്റാക്കി വെച്ചതാണ്. ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായിട്ടും ഇതേ മോഡൽ മണ്ണാണ്. എവിടെ പോയാലും ഇതേ മണ്ണുണ്ടാവും. മണ്ണിന് ഭയങ്കര വിലയായിരിക്കും. ഇപ്പോൾ മണ്ണ് നമ്മള് ലക്ഷങ്ങളുണ്ടാവും ഓരോ സെന്റിനൊക്കെ. നമ്മള് അവിടുന്ന് മണ്ണെടുക്കുകയാണെങ്കിൽ ഒരു ലോഡിന് 5000 പറഞ്ഞ്. അതെ, ഭയങ്കര വിലയായിരിക്കും. കാരണം ഇവരുടെ വീടുണ്ടാക്കും നാട്ടിൽ ചെങ്കല്ലിന് പകരം ഇവര് ഇതിൽ നിന്ന് ഈ മണ്ണ് ഉപയോഗിച്ച് അവരുടെ വീട് നിർമ്മിക്കുന്നു. ഈ കല്ല് ഈ ഇഷ്ടിക കൊണ്ട്. ഇഷ്ടിക ഇവിടെ ഏത് സ്കൂളാണെങ്കിലും പിന്നെ മറ്റുള്ള ഹോസ്പിറ്റലാണെങ്കിലും ഏത് ഫ്ലാറ്റ് ആണെങ്കിലും എത്ര വലിയ ബിൽഡിംഗ് ആണെങ്കിലും അവരുണ്ടാക്കുക ഇഷ്ടിക കൊണ്ടാണ്. ഒന്നാമത് ഇവിടുത്തെ കാലാവസ്ഥ തണുപ്പും ചൂടും രണ്ടും നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതിന് പറ്റിയത് ഏറ്റവും നല്ലത് പിന്നെ ഈ ഇഷ്ടിക കൊണ്ടുണ്ടാക്കുന്ന വീടാണ്. നമ്മുടെ നാട്ടിന് ഏറ്റവും അനുയോജ്യമായത് ചെങ്കല്ലും പിന്നെ കൂടുതൽ അവിടെ കിട്ടുന്നതും ചെങ്കല്ലാണ്. റബ്ബിന്റെ ഒരു സംവിധാനം അല്ലേ? അല്ലാഹു തആല ഓരോ നാട്ടിലും എന്താണ് വേണ്ടത് എല്ലാം റബ്ബ് സംവിധാനിച്ചിട്ട് നമുക്ക് ഇതാണ്ടില്ലേ, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാട്ടോ. ഇത് ഫുള്ള് ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് ഏകദേശം പൈസ കിतना दिन हो गया? कितना दिन कम कितना दिन हो गया? एक दिन 2 ദിവസമായി ഇത് ഉണ്ടാക്കിയിട്ട്. അതിന്റെ ഇത് ഫിനിഷിംഗ് ആയില്ല. ഫിനിഷിംഗ് ആയതാണ് അപ്പുറത്ത് വെച്ചത്. ഇതുണ്ടല്ലോ, ഇതിന്റെ കമ്പിന്റെ പേരെന്ന് അറിയോ? ബില്ല. ഇങ്ങനെ ഓരോ കമ്പനി ഓരോ പേരുണ്ടാവും. ഇത് കണ്ടോ, അതിന്റെ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടത് ഒരു ചെറിയ കുഴി പോലെ സംഭവം. അതിന്റെ മുകളിലൊന്ന് വെക്കുമ്പോൾ അതിന്റെ അടിയിൽ സിമെന്റും കാര്യങ്ങളും ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ഇതുണ്ടോ, പിന്നെ ഇങ്ങനെ ഒന്ന് സെറ്റ് ആയ ശേഷം ഇതേപോലെ എടുത്തു വെക്കും. ഇതുണ്ട്, ഇത് ഏകദേശം സെറ്റ് ആയതാണ്. അവര് എടുത്തു വെക്കണം. നല്ല രസമില്ല കാണാൻ, ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട്. ഇതൊരു വലിയ ഫാക്ടറി ഒന്നല്ല കേട്ടോ. ഇപ്പൊ ഇവര് ഓരോരോ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ഥലത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓരോന്ന് ഉണ്ടാക്കുന്നതിന് അനുസരിച്ച് അവർക്ക് 1 രൂപ 50 പൈസ 75 പൈസ അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ ഇഷ്ടികന്റെ ഫാക്ടറികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതൊരു ഫാക്ടറി അല്ല, ഇതൊരു കൈത്തൊഴിലാണ് ശരിക്ക്. ഇതുണ്ടല്ലേ, അവിടെയൊക്കെ ഓരോ ടീമുണ്ട്, അങ്ങത്തോളം ഉണ്ട് കേട്ടോ. ആൾക്കാർ അങ്ങത്തോളം ഉണ്ട്. പിന്നെ ഏത് കാണുന്നില്ലേ, അതൊരു ഇഷ്ടിക ഒരു തൂണ് പോലെ കോയല്, അതൊരു ഇഷ്ടിക ഫാക്ടറിന്റെ ഇതാണ് കോയല്. ഇതുണ്ട് നിങ്ങള് ഈ ഇതുണ്ടാക്കുന്നൊരു മിഷ്യൻ കണ്ടോ? മിഷ്യനല്ല, ഒരു സാധനം ഇതുണ്ടോ. ഈ ഇതില് മണ്ണ് കുറച്ചിട്ട് ബില്ല മണ്ണ് കുറക്കണം. അനുസരിച്ച് കുറച്ച് മണ്ണ് കുറച്ച് കൊടുക്ക്. ഇതെങ്ങനെ വെക്കല് പഠിച്ചോനെ? ഇതുണ്ടല്ലേ, ഇതിങ്ങനെ എങ്ങനെയാ മൂപ്പര് സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാൻ. ഒന്ന് കാണാം കണ്ട, മൂപ്പര് നമുക്ക് വേണ്ടിട്ട് മാത്രമാണ് ഇപ്പൊ ഒന്ന് ഉണ്ടാക്കി കാണിച്ചിരുന്നത്. അയ്യോ മാറി ബേക്കുന്നെടുക്കാം കണ്ട, കുറച്ച് ഫുള്ള് കുറച്ച് ഗ്രൗട്ടറിലിട്ട് സെറ്റ് ചെയ്യുക. ഇഷ്ടികയായി മാഷാല്ലാ. കണ്ടാ, മണ്ണിട്ട് സെറ്റ് ചെയ്ത്. അയ്യോ ജൽദി കാമേന
ഇഷ്ടിക. ഓക്കെ, താങ്ക് യു. അപ്പോൾ കണ്ടില്ലേ, 1 മിനിറ്റ് കൊണ്ട് ഒരു ഇഷ്ടിക. 1 മിനിറ്റ് ഇല്ലല്ലേ, അര മിനിറ്റ് കൊണ്ട് ഒരു ഇഷ്ടിക. അപ്പോൾ ഇതാ തൊഴിലാളികൾ അങ്ങത്തോളം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് വേണ്ട വെള്ളം സംവിധാനമൊക്കെ ഇവിടെ കുഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ച അല്ലേ സാറേ, എന്താ പറയണ്ട, കാഴ്ച അടിപൊളിയല്ലേ. ഇതാ ഹായ് ബേബി, മുണ്ടടോ. യാത്രക്ക് വമ്പിച്ച സ്വീകരണേനെ. പിന്നെ ചായ കിട്ടി, പിന്നെ അടിപൊളി സ്വീകരണം. ഒരുപാട് സമയത്ത് വർത്താനം പറഞ്ഞിരുന്നു, നേരം പോയി അറിഞ്ഞിട്ടില്ല. ആപ്കാ നാം ക്യാ? ബഷീർ. ആപ്കാ നാം? മുഹമ്മദ് റാഫി. ഓക്കെ, താങ്ക് യു. ഇൻഷാല്ലാ ഫിൽ മുലാഖത്ത് കറുങ്ക. ഉണ്ടാ കുട്ടികളുടെ സജീവ കേട്ടാ, കേരള മെഹ്മാനെ സ്വീകരിക്കാൻ വേണ്ടി സജീവ എന്ന് പറഞ്ഞു. ചെറുസേ അസ്സലാമു അലൈക്കും. نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي الله واللي عجز معك معذور صار ضياع ثلاث لك وتزار صرت مبرور من الذنب المغفور والله مدح انزلع واسمع الاشعار هذا الذي من قبل بعثتني منصور يا غارة الجبار في يوم ضيقان اسما فلا الروح المحفور وبصار أمه لا بغات كيف البصار يا سيدي يا سيدي يا سيدي واللي عجز معك معذور لصار ما يعرف يلفلك وتزار لصرت مبرور من الذنب المغفور والله مدحك بننزلع وشنا الاشعار هذا الذي من دونه الحور. അടുത്ത സ്വീകരണ കേന്ദ്രം ഇതേണ്ട. ഇവരെ ഒരു കുട്ടികളെല്ലാം ഡ്രസ് കോഡ് നോക്കി, അല്ല ഡ്രസ് കോഡ് എന്നാ പറയുന്നത്, ആ തലയൊക്കെട്ട് സിക്കുകാര് ഇതേണ്ട. ഇവരെല്ലാം ഒരു ഈ മോഡലും കെട്ടും, പിന്നെ പെൺകുട്ടികള് ഈ മോഡലാണ് കേട്ടോ കേട്ടാ. കണ്ടില്ല റോസ്, ആരുടെ വല്ലാന്ന് ഇവര് തലയൊക്കെട്ടിട്ട. പോവാ അൻസാറെ വിട്. ഓക്കെ, താങ്ക് യു. അൻസാറ് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് കരിമ്പ് മേടിച്ചു അവരോട്. നമ്മളെ സൈക്കിളിനാട്ടാടാ. കരിമ്പ് പൊട്ടിക്കാൻ കത്തിയില്ലായിട്ടുള്ള കളിക്കുന്ന കളി നോക്കിയേ, ഭയങ്കര ബുദ്ധിയാട്ടാ. കൊള്ളാം കൊള്ളാം. ഇതെന്ത് രസമല്ലേ ഈ പാടെല്ലാം നോക്കി നിങ്ങള്, നല്ല രസമില്ലേ. പൊളി പൊളി. കടുകിന്റെ സീസൺ കഴിഞ്ഞ് കടുകെല്ലാം എടുത്തോണ്ട് പോയി കേട്ടാ.
وبصار أمه لا بغاك كيف البصار يا سيدي يا سيدي يا سيدي واللي عجز معك معذور، لا صار ما صارت لك وتزال